എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് നോക്കാം. +1 3rd ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ കൈനമാറ്റിക് ഇക്വേഷൻസ് ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അതായത് കൈനറ്റിക് എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ള ഒരു വേർഡാണ്. അതായത് കൈനറ്റിക് എന്ന് പറഞ്ഞാൽ മോഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ് അല്ലേ. കൈനറ്റിക് എനർജി, മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ എനർജിയാണ് കൈനറ്റിക് എനർജി. അപ്പോൾ മോഷനുമായി ബന്ധപ്പെട്ട 3 ഇക്വേഷൻസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിനു മുമ്പ്, അതായത് ഡെറിവേഷൻ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു കാര്യം പറയാം. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിലിരിക്കുന്ന ഒബ്ജക്റ്റുകൾക്ക് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവലി ഒരേ ആക്സിലറേഷനിൽ പോയാൽ മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂ അല്ലേ. അല്ലാതെ പല വെലോസിറ്റി അല്ലെങ്കിൽ പല ആക്സിലറേഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ കേസിൽ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ ആമയും മുയലും തമ്മിലുള്ള ഓട്ട മത്സരത്തിന്റെ കഥ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഓട്ട മത്സരത്തിന്റെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ എല്ലാവരും മുയൽ ജയിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആമ ജയിച്ചു. കാരണം എന്താണ്? മുയലിടയ്ക്ക് ഉറങ്ങിപ്പോയി. ഈ ഒരു കേസിലൊന്നും നമ്മുടെ ഈക്വേഷൻ വർക്ക് ചെയ്യില്ല. അതായത് ഒരു ഒബ്ജക്റ്റ് മോഷൻ സ്റ്റാർട്ട് ചെയ്തു, അതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ അവൻ ഇന്ന സ്ഥലത്ത് ചെല്ലും അല്ലേ. അതേ രീതിയിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് അയാൾ ഒരിക്കലും അവിടെ ചെല്ലത്തില്ല. അപ്പോൾ അതുകൊണ്ട് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിലിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും ഈക്വലായിട്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്ത് പോകുന്ന ഒരു ഒബ്ജക്റ്റിന്റെ കേസിൽ അല്ലെങ്കിൽ ആക്സിലറേഷൻ 0 ആയാലും മതി, പക്ഷെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കണം. അങ്ങനെയുള്ള കേസിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതാണ് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ. ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. എന്താണെന്ന് നോക്കാം. വെലോസിറ്റി ടൈം റിലേഷൻ. നമുക്കൊരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ് ഈ ഡെറിവേഷൻ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടെന്ന് ഇതിനെ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് വിളിക്കാം. ഞാനൊരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഈ ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റി u ആണ്. t എന്ന് പറയുന്ന ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഇതിന്റെ വെലോസിറ്റി കൂടി v ആയി. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഇനിഷ്യൽ വെലോസിറ്റി ഞാൻ കണ്ടപ്പോൾ ആ ഒബ്ജക്റ്റിന് 5 m/s വെലോസിറ്റി ആയിരുന്നു. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി 20 m/s ആയി. അപ്പോൾ ആദ്യം 5, പിന്നെ കൂടി എത്രയായി? 20 m/s ആയി. അതിനടുത്ത ടൈമാണ് 10 സെക്കൻഡ് അല്ലെങ്കിൽ t എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഈ ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റി u അല്ലേ. ഇതെന്താണ്? ഫൈനൽ വെലോസിറ്റി ആണ്. അപ്പോൾ ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്യാനെടുത്ത ടൈമാണ് t. അപ്പോൾ ഞാൻ ഇവിടുന്ന് താഴോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, അത്രയും ടൈമാണ് t. എന്നിട്ട് എയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഞാൻ ഇവിടെ ഒരു c എന്ന് മാർക്ക് ചെയ്തു, ഇവിടെ d എന്നും മാർക്ക് ചെയ്തു. ഇനി നമുക്കറിയാം ആക്സിലറേഷൻ എന്താണ്. ആക്സിലറേഷൻ is equal to change in velocity divided by time taken അല്ലേ. അതായത് ഒരു ഒബ്ജക്റ്റിന് ഒരു സെക്കൻഡിൽ എത്ര വെലോസിറ്റി മാറും, അതാണ് ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. അപ്പൊ ഇവിടെ എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി? ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി u ആണ് അല്ലെ. കുറെ സമയം കഴിഞ്ഞപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്തായി? v ആയി. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി v മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി u ഡിവൈഡഡ് ബൈ ഇത്രയും വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈം t ആണ്, ദെൻ ഡിവൈഡഡ് ബൈ t അല്ലെ. നമ്മൾ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ at is equal to v minus u എന്ന് വരും. അങ്ങനെയാണെങ്കിൽ v എന്തായിരിക്കും? v is equal to u plus at. Then this equation is known as velocity time relation. ഈ ഇക്വേഷൻ ആണ് നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് വിളിക്കുന്നത്.
അതായത് വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്, യു എന്ന് പറയുന്നത് ഇതിന്റെ ഇനിഷ്യൽ, ആദ്യം ഇതിന് എത്ര വെലോസിറ്റി ഉണ്ടായിരുന്നു അതാണ്, എ എന്ന് പറയുന്നത് എന്താണ്, ആക്സിലറേഷൻ ആണ്, ടൈം ടി എന്ന് പറയുന്നത് എന്താണ്, എത്ര ടൈം എടുത്തിട്ടാണ് ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്തത് അല്ലെ. അപ്പൊ അതാണ് ടൈം ടി. ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. കാരണം ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ കേസിൽ മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പം ആക്സിലറേഷൻ എ കോൺസ്റ്റന്റ് ആണ്, യു എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരുടെയും ഇനിഷ്യൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി, അപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. കാരണം എന്താണ്, നമ്മൾ ഒരു പിന്നെ എന്താണ്, ഒരു ഓട്ട മത്സരത്തിൽ നിങ്ങൾ പങ്കെടുക്കുകയാണ് അല്ലേ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വെലോസിറ്റി അല്ലേ, ചിലർ നല്ലപോലെ സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ മുന്നിലെത്താൻ പറ്റും. സ്റ്റാർട്ടിങ് അല്പം മോശമായി കഴിഞ്ഞാൽ അവർ അല്പം പിന്നിലായി പോകും. അപ്പം നമ്മൾ ഓടി ഒരു പകുതി എത്തിയ ശേഷം അയ്യോ അല്പം കൂടെ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നെങ്കിൽ ഫസ്റ്റ് അടിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം നമുക്കൊരിക്കലും അതിൻ്റെ ആ സ്റ്റാർട്ടിങ് വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഏതൊരു മോഷൻ നിങ്ങൾ കൺസിഡർ ചെയ്താലും ഇനിഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. മോഷൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം നമുക്ക് ആർക്കും ഇനിഷ്യൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. ഒരു സിനിമയിൽ പറയുന്നുണ്ട് ഇല്ലേ, ഞങ്ങൾ 1 മണിക്കൂർ മുമ്പ് പുറപ്പെട്ടു, വേണമെങ്കിൽ 2 മണിക്കൂർ മുമ്പേ ഇനിയും പുറപ്പെടാം. അതൊരിക്കലും ആർക്കും പറ്റത്തില്ല അല്ലേ. അതായത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയും ടൈമും ആണ് ഇല്ലേ, ഫൈനൽ വെലോസിറ്റിയും ടൈമും ആണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഫൈനൽ വെലോസിറ്റി നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അല്ലേ. ടൈമും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ടൈം ആർക്കും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, കോൺസ്റ്റന്റ് അല്ല. അപ്പം ടൈം വേരി ചെയ്യും. അപ്പം വെലോസിറ്റിയും ടൈമും ഇതിനകത്ത് വേരി ചെയ്യും. അതുകൊണ്ടാണ് വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് നമ്മൾ ഇതിനെ വിളിച്ചത്. കൈനമാറ്റിക് ഇക്വേഷൻസിൽ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പൊസിഷൻ ടൈം റിലേഷൻ ആണ്. അതായത് ഒരു ഒബ്ജക്റ്റിന് ടൈമിനനുസരിച്ച് എങ്ങനെ പൊസിഷൻ മാറും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ ഒബ്ജക്റ്റ് ഏത് പൊസിഷനിലായിരിക്കും, ഇതറിയാൻ വേണ്ടിയാണ് പൊസിഷൻ ടൈം റിലേഷൻ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം പൊസിഷൻ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം ട്രാവൽ ചെയ്യുന്നു അതിനെയാണ് പൊസിഷൻ. കൂടുതൽ ദൂരം ട്രാവൽ ചെയ്താൽ അയാളുടെ പൊസിഷൻ കൂടുതൽ മാറും. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്താൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് കിട്ടും എന്ന് നമ്മൾ തൊട്ടു മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഡെറിവേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്ത അതേ ഗ്രാഫ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫിന്റെ ഏരിയ, അതായത് AB എന്ന് പറയുന്ന ഈ ലൈനാണ് ഈ ഗ്രാഫ്, ഇതാണ് ഗ്രാഫ്. ഇതിന് താഴെയുള്ള ഏരിയ എടുത്താൽ 0 തൊട്ട് T സെക്കൻഡ് വരെ ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടും, അല്ലെങ്കിൽ ഇതിനുള്ള ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ AB എന്ന് പറയുന്ന ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ എടുത്താൽ മതി. ദെൻ ഹിയർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദി ഗ്രാഫ് AB. ഏരിയ അണ്ടർ ദി ഗ്രാഫ് AB. അപ്പോൾ ഈ AB എന്ന് പറയുന്ന ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ എടുത്താൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് കിട്ടും അല്ലേ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 ഷേപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ട്രയാങ്കിളും ഉണ്ട്, ഒരു റെക്റ്റാങ്കിളും ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും കൂടെ ആഡ് ചെയ്താൽ ഇതിന് താഴെയുള്ള ടോട്ടൽ ഏരിയ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ, ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എടുക്കുക, അതായത് OACD എന്ന് പറയുന്ന റെക്റ്റാങ്കിളിന്റെ ഏരിയ പ്ലസ് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ ABC, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ABC.
Then distance traveled, അതിന് പകരം നമുക്ക് എസ് എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കാം. Then S is equal to area of the rectangle OACD. OACD ഈ റെക്ടാംഗിളിന്റെ ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് റെക്ടാംഗിളിന്റെ ഏരിയ. അപ്പോൾ ഇതിന്റെ ലെങ്ത് OD ആണ്, ബ്രെഡ്ത്ത് OA ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം OA ഇൻറ്റു OD പ്ലസ് OA ഇൻറ്റു OD, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ദെൻ അതിനുശേഷം ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഹാഫ് BH എന്നാണ് ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ. അങ്ങനെയാണ് ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്ന ബേസ് ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ബേസ് AC ആണ്. AC ഇൻറ്റു H എന്ന് പറയുന്ന ഹൈറ്റ് അല്ലേ? അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് BC ആണ്. HBC അല്ലേ? ഇനി നമ്മൾ ഈ OA OD AC BC ഇതൊന്നും വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് ഇനിഷ്യൽ വെലോസിറ്റിയോ ഫൈനൽ വെലോസിറ്റിയോ ടൈമോ ഒക്കെ ഇതിനകത്തിൽ വേണം. എന്നാൽ മാത്രമേ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും എന്താണെന്ന് നമുക്ക് നോക്കാം. OA എന്ന് പറയുന്നത് U, ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ? അതിന് പകരം U എന്ന് കൊടുക്കാം. അപ്പോൾ OA നമ്മൾ മാറ്റി. Then OD, അടുത്ത ടൈം OD എന്ന് പറയുന്ന ടൈം അല്ലേ? ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈമാണ് T. അങ്ങനെയാണെങ്കിൽ അതിന് പകരം T എന്ന് കൊടുത്തു. Then ഹാഫ് AC. എന്താണ് AC? ഇതാണ് AC. ACക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും മാർക്ക് ചെയ്തിട്ടില്ല. എന്നാൽ നമുക്കറിയാം ACയും ODയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ODക്ക് പകരം നമ്മൾ T എന്ന് എഴുതിയില്ലേ? അങ്ങനെയാണെങ്കിൽ ACക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? T എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ AC is equal to OD is equal to T. അതിന് പകരം നമുക്ക് T എന്ന് കൊടുക്കാം. ഇനി അടുത്താണ് BC. അപ്പൊ എന്താണ് BC? ഇത്രയും പോർഷൻ ആണ് BC. ഈ പോർഷൻ നമുക്ക് എടുത്താൽ അറിയാം. അതായത് ഇവിടം വരെ V, ഇവിടം വരെ U. അങ്ങനെയാണെങ്കിൽ വിയിൽ നിന്നും U കുറയ്ക്കുന്നതല്ലേ ഈ BC ആണല്ലോ. അതായത് ഇവിടം മുതൽ ഇവിടം വരെയാണ് V, ഫൈനൽ വെലോസിറ്റി. ഇവിടം മുതൽ ഇവിടം വരെയാണ് U, ഇനിഷ്യൽ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ വലിയ പോർഷനിൽ നിന്നും ഈ ചെറിയ പോർഷൻ കുറയ്ക്കുമ്പോഴല്ലേ ഈ BC കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് BC എന്താണെന്ന് പറയാം? V മൈനസ് U ആണ് എന്ത്? BC അല്ലേ? Then BC is equal to V മൈനസ് U. ഇനി നമുക്ക് ഈ വാല്യൂസ് എല്ലാം ഈ എസിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then S is equal to OAക്ക് പകരം U എന്ന് കൊടുക്കുക. Then ODക്ക് പകരം T എന്ന് കൊടുക്കുക. പ്ലസ് ഹാഫ് ഇൻറ്റു ACക്ക് പകരം T എന്ന് കൊടുക്കുക. BCക്ക് പകരം V മൈനസ് U എന്ന് കൊടുക്കുക. നമുക്ക് ആക്സലറേഷൻ ഇക്വേഷൻ അറിയാം. അത് നമുക്കൊന്ന് ഓർത്തു നോക്കാം. ആക്സലറേഷൻ A is equal to V മൈനസ് U by T. ഇതാണ് ആക്സലറേഷന്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് AT is equal to V minus U. AT is equal to V minus U. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഇക്വേഷനിൽ ഒരു V minus U ഉണ്ട് അല്ലേ? ഈ V minus Uന് പകരം അങ്ങനെയാണെങ്കിൽ നമുക്ക് AT എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. അങ്ങനെയാണെങ്കിൽ ഈ V minus U തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ആ പ്ലേസിൽ AT എന്ന് കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ S is equal to UT plus half T into V minus U ന് പകരം AT. T into T എന്താണ്? T സ്ക്വയർ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്താൽ S is equal to UT plus half A T into T, T square. Then this equation is known as position time relation. ഈ ഇക്വേഷനെയാണ് നമ്മൾ പൊസിഷൻ ടൈം റിലേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു 10th സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റ് എവിടെയായിരിക്കും, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കാണും, അല്ലെങ്കിൽ അതിന് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി കാണും,
അല്ലെങ്കിൽ ഒരു 15th സെക്കൻഡിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി കാണും. അതായത് ഒരു ടൈമിനനുസരിച്ച് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ പൊസിഷൻ ടൈം റിലേഷൻ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനകത്തിൽ ഇനിഷ്യൽ വെലോസിറ്റി u ഉണ്ട്, ആക്സലറേഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ റിലേഷൻ പറഞ്ഞപ്പോൾ പിന്നെ പൊസിഷൻ ടൈം റിലേഷൻ എന്ന് മാത്രം പറഞ്ഞത്? കാരണം തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ u എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഇനിഷ്യൽ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, അത് മാറത്തില്ല മോഷൻ നടക്കുമ്പോൾ. അതുപോലെ തന്നെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ, എ ആണ് ആക്സിലറേഷൻ, ഈ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂ. അല്ലാത്ത കേസിലൊന്നും ഈ ഇക്വേഷൻ ശരിയാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിയും ആക്സിലറേഷനും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പൊസിഷനും ടൈമും അല്ലേ വേരി ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൊസിഷൻ ടൈം റിലേഷൻ എന്ന ഈ ഇക്വേഷനെ വിളിക്കാൻ കാരണം ടൈമിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിന് എങ്ങനെ പൊസിഷൻ മാറും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ റിലേഷൻ ഉപയോഗിക്കുന്നത്. അപ്പം എസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്, യു ഇനിഷ്യൽ വെലോസിറ്റി, ടി ടൈം ടേക്കൺ, ആക്സിലറേഷൻ ആണ് എ, അല്ലേ? അപ്പം ഇത്രയുമാണ് അതിനകത്തിലെ ടേമുകൾ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് പൊസിഷൻ വെലോസിറ്റി റിലേഷനാണ്. എന്താണെന്ന് നോക്കാം. പൊസിഷൻ വെലോസിറ്റി റിലേഷൻ, ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി മാറും. അപ്പോൾ ഇന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ എത്ര വെലോസിറ്റി ഉണ്ട് ഈ ഒബ്ജക്റ്റിന്, അല്ലെങ്കിൽ ഇത്ര വെലോസിറ്റിയിലാണ് ഇപ്പോൾ പോകുന്നത്, അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്ത് കാണും. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ്റെ ഡെറിവേഷൻ നമുക്ക് നോക്കാം. അതായത് ആവറേജ് വെലോസിറ്റി, ഇല്ലേ? ആവറേജ് വെലോസിറ്റി നമ്മൾ സാധാരണ നമ്പറുകളുടെയൊക്കെ ആവറേജ് എങ്ങനെയാണ് എടുക്കുന്നത്? ഇപ്പോൾ 10, 20 ഇതിന്റെ ആവറേജ് എങ്ങനെ എടുക്കുന്നത്? 10 + 20 ÷ 2, അല്ലേ? അപ്പോൾ 30/2 15 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് രണ്ട് വെലോസിറ്റി ഉണ്ടെങ്കിൽ ആവറേജ് വെലോസിറ്റിയും ഇങ്ങനെ തന്നെ ആവറേജ് എടുക്കാം. പക്ഷെ അതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ മാത്രമേ ഈ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പോൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ആവറേജ് വെലോസിറ്റി then V average is equal to initial velocity plus final velocity by 2 എന്നെടുത്താൽ മതി. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിലാണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പം ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ കേസ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ കേസിൽ ആവറേജ് വെലോസിറ്റിക്ക് ധൈര്യമായിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ദെൻ ആവറേജ് വെലോസിറ്റി V is equal to ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2. സാധാരണ രണ്ട് നമ്പറിന്റെ ആവറേജ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ. ഇനി നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ ആണ്, അല്ലേ? പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനനുസരിച്ച് അയാളുടെ പൊസിഷൻ മാറും. അതുകൊണ്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് പൊസിഷനിൽ നമ്മൾ എടുക്കേണ്ടത്. ദെൻ ഡിസ്റ്റൻസ് ട്രാവൽ ഓർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ നമ്മൾ മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം. ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം, അല്ലേ? അതായത് ഡിസ്റ്റൻസ് ട്രാവൽ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഇവിടെ വെലോസിറ്റിക്ക് ഒരു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവലിനെ നമ്മൾ എസ് എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ആവറേജ് വെലോസിറ്റി, ഇതാണ് ആവറേജ് വെലോസിറ്റി, u + v/2 ഇൻറ്റു ടൈം ടേക്കൺ. ഇവിടെ ടി എന്ന് പറയുന്ന ടൈമിലാണ് ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പം ടൈം ടേക്കൺ നമ്മൾ ടി എന്ന് എഴുതി. ഇനി തൊട്ട് മുമ്പ് നമ്മളൊരു ഇക്വേഷൻ എഴുതിയിരുന്നു. V is equal to u + 8, അല്ലേ? വെലോസിറ്റി ടൈം റിലേഷൻ. ഈ ഇക്വേഷനകത്തിൽ നിന്നും AT is equal to v - u എന്ന് എഴുതാം.
അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ടി? ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ. അതായത് ഈ ഇക്വേഷനിലെ ടൈമിന് പകരം നിങ്ങൾക്ക് വി മൈനസ് യു ബൈ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ എസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടിക്ക് പകരം വി മൈനസ് യു ബൈ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? അതായത് ഇവിടെ വി മൈനസ് യു ആണ്, ഇവിടെ യു പ്ലസ് വി ആണ്. യു പ്ലസ് വിയും വി പ്ലസ് യുവും സെയിം അല്ലേ? അപ്പം ഞാൻ ഇന്ന് തൽക്കാലം വി പ്ലസ് യു എന്ന് എഴുതി. ഈ ഇക്വേഷനിൽ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു, അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മാത്സിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതുപോലെ തന്നെ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്താണ്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ. 2a ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് യു സ്ക്വയർ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇത് പുറത്ത് വരുമ്പോൾ പോസിറ്റീവ് അല്ലേ, യു സ്ക്വയർ പ്ലസ് 2as. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ ഈ ഇക്വേഷനെയാണ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ എന്ന് വിളിക്കുന്നത്. കാരണം പൊസിഷൻ അനുസരിച്ച് വെലോസിറ്റിയുടെ ചേഞ്ച് അല്ലെങ്കിൽ വെലോസിറ്റിക്ക് അനുസരിച്ച് പൊസിഷനിലുള്ള ചേഞ്ച് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. ഇനി മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വെലോസിറ്റി കൂടാതെ എ ആക്സിലറേഷൻ ഇവിടെയുണ്ട്, പിന്നെ യു എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി ആണ് അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, പിന്നെ ഇനിഷ്യൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഇക്വേഷനിൽ ആകെ ചേഞ്ച് ചെയ്യുന്നത് വിയും ഫൈനൽ വെലോസിറ്റിയും എസും ആണ്. അതുകൊണ്ടാണ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ എന്ന് നമ്മൾ ഇതിനെ വിളിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് അല്ലെങ്കിൽ കൈനമാറ്റിക് ഇക്വേഷൻസ് ആണ്. അതായത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ആ മോഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൊസിഷൻ, ടൈം, വെലോസിറ്റി ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആക്സിലറേഷൻ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുറച്ച് ഇക്വേഷൻസ് ആണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കേസിലും ആക്സിലറേഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ ഇനിഷ്യൽ വെലോസിറ്റിയും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനിഷ്യൽ വെലോസിറ്റി എല്ലാ കേസിലും കോൺസ്റ്റന്റ് തന്നെയാണ്. പിന്നെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയ കേസിൽ മാത്രമേ നിങ്ങൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത കേസിൽ ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പം അതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇക്വേഷനിലെല്ലാം 2 ടേം ആയിരിക്കും വേരി ചെയ്യുന്നത്, ബാക്കി ടേമുകളെല്ലാം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മളിവിടെ കുറച്ച് സിമ്പിളായിട്ടാണ് യുവും വിയും ഒക്കെ എടുത്ത് ഈ ഡെറിവേഷൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തൊട്ട് മുമ്പുള്ള ചില ക്ലാസ്സുകളിലൊക്കെ ഈ ഡെറിവേഷൻ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് ഈ ഇനിഷ്യൽ വെലോസിറ്റി യുവിന് പകരം അവിടെ V0 എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് യുവിന് പകരം V0 എന്ന് കൊടുക്കാം. V0 ഇനിഷ്യൽ വെലോസിറ്റിയാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് എസിന് പകരം ടെക്സ്റ്റ് ബുക്കിനകത്തിൽ എക്സ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: V is equal to V0 plus 80 അല്ലേ? ഇതുപോലെ തന്നെ എസിന് പകരം എക്സ് എന്ന് കൊടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു യു മാറ്റി അവിടെ V0 ആക്കാം. V0t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതുപോലെ ഈ ഇക്വേഷനകത്തിൽ യുവിന് പകരം V0 കൊടുക്കാം, എസിന് പകരം എക്സ് എന്ന് കൊടുക്കാം. ദെൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു V0 സ്ക്വയർ പ്ലസ് 2ax അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. പക്ഷെ നമുക്ക് ഒരു പഠിക്കാനും ഒക്കെ നിങ്ങൾ തൊട്ട് മുമ്പ് ഈ പോർഷൻസ് 9th ഒക്കെ പഠിച്ചിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ ആ യുവിൻ്റെയും വിയുടെയും ടേംസിൽ തന്നെ ഈ ഡെറിവേഷൻ പഠിപ്പിച്ചത്. കാരണം അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ V0 എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അല്പം അത്ര പരിചയം നമുക്ക് തോന്നുന്നില്ല അല്ലേ? അതുകൊണ്ട് തൽക്കാലം ഞാൻ യുവിൻ്റെയും വിയുടെയും ടേംസിൽ അതുകൊണ്ടാണ് ഈ ഡെറിവേഷൻ നിങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതായത് യുവിന് പകരം നിങ്ങൾക്ക് ഇനിഷ്യൽ വെലോസിറ്റിക്ക് പകരം V0 എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യാം. അതുപോലെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എസിന് പകരം എക്സും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ, നേരത്തെ തൊട്ട് പഠിക്കുന്നതുകൊണ്ട് ഓർത്തിരിക്കാൻ ഈ ഇക്വേഷൻസ് ആണ് എളുപ്പം. ഈ ടേമിൽ ഓർത്തിരിക്കാൻ
അല്പം ബുദ്ധിമുട്ടാണ്, കാരണം നിങ്ങൾ ആദ്യം തന്നെ ഈ ടൈമിലൊന്ന് പഠിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമ്മൾ ഒത്തിരിയധികം ആപ്ലിക്കേഷൻസ് ഉള്ളതാണ് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ. കാരണം ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഒരു ഒബ്ജക്റ്റ് ഇത്ര ടൈം കഴിയുമ്പോൾ ഏത് പൊസിഷനിലാണെന്നൊക്കെ അറിയാം. പക്ഷേ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് പല ആക്സിലറേഷനുള്ള മോഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ പല ആക്സിലറേഷനുള്ള മോഷനിലും കുറച്ച് സമയമെങ്കിലും ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പോർഷനെ നമ്മൾ മുറിച്ച് മാറ്റി അവിടെയൊക്കെ നമുക്ക് ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ വളരെയധികം ആപ്ലിക്കേഷൻസ് ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പോൾ എല്ലാവരും ഇക്വേഷൻസ് ഓഫ് മോഷന്റെ ഡെറിവേഷൻ പഠിക്കുക. മിക്കവാറും എക്സാമിന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഇക്വേഷൻസ് ഓഫ് മോഷന്റെ ഡെറിവേഷൻ. ഇതിലെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷന്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. അപ്പം ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇനിയും അടുത്ത ക്ലാസ്സിൽ